ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരന് പ്രപഞ്ച സത്യം അറിയണമെന്നും ബോധോദയം കൈവരിക്കണമെന്നും ഒരു ബുദ്ധനായി മാറണമെന്നും ആഗ്രഹമുണ്ടായി. അവൻ്റെ ആഗ്രഹം തീവ്രമായപ്പോൾ അവൻ ഒരു ഗുരുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ദൂരെയുള്ളൊരു നാട്ടിലെ ഒരു ജൻ സന്യാസിയെക്കുറിച്ച് അവൻ കേട്ടു. സത്യമറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഈ സന്യാസി സഹായിച്ചതായും ബോധോദയം കൈവരിക്കാൻ അനുഗ്രഹിച്ചതായും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. ഇവൻ ഒരു കുതിരയെ വാങ്ങി. കുതിരപ്പുറത്ത് കയറി ഈ ചെറുപ്പക്കാരൻ യാത്ര തുടങ്ങി. ഒരുപാട് മലകൾ, പുഴകൾ, കാടുകൾ, ഗ്രാമങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ഈ സന്യാസി താമസിക്കുന്ന നാട്ടിൽ ചെറുപ്പക്കാരനെത്തി. ഒരു കൊച്ചു കുടിലാണ് ഈ സന്യാസി താമസിക്കുന്നത്. കുടിലിന് വാതിലൊന്നുമില്ല. ചെറുപ്പക്കാരൻ കുടിലിനകത്തേക്ക് കയറി. സന്യാസി അകത്തുണ്ടായിരുന്നു. ധ്യാനിക്കുകയല്ല, പക്ഷേ നിശബ്ദനായിരിക്കുകയാണ് അദ്ദേഹം. ചെറുപ്പക്കാരൻ സന്യാസിയോട് പറഞ്ഞു, എനിക്ക് ഒരു ബുദ്ധനാകണം. ബോധോദയം അന്വേഷിച്ച് വന്നതാണ് ഞാൻ. പറയൂ, ഞാൻ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? സന്യാസി ചെറുപ്പക്കാരൻ്റെ ചോദ്യം കേട്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. ചെറുപ്പക്കാരൻ സന്യാസിയെ ശല്യം ചെയ്തൊന്നുമില്ല. മണിക്കൂറുകൾ കടന്നുപോയി. ഒരുപാട് നേരത്തിന് ശേഷം സന്യാസി എഴുന്നേറ്റു. എഴുന്നേറ്റ് അദ്ദേഹം നേരെ ചെന്നത് കുടിലിന് പുറത്തേക്കാണ്. ചെറുപ്പക്കാരൻ സന്യാസിയുടെ പുറകെ പോയി. സന്യാസി ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഒരു കുതിരയാണ്. ആദ്യം ഒരു കുതിരയെ അന്വേഷിക്കൂ. ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു കുതിരയുണ്ട്. ദാ ആ നിൽക്കുന്നതാണ് എൻ്റെ കുതിര. സന്യാസി വീണ്ടും ചെറുപ്പക്കാരൻ നോക്കി പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾക്കിപ്പോൾ ഒരു കുതിര അത്യാവശ്യമാണ്. ബോധോദയം അവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു കുതിരയെ അന്വേഷിക്കൂ. ചെറുപ്പക്കാരന് ഒരല്പം ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? എനിക്കൊരു കുതിരയുണ്ടെന്നല്ലേ ഞാൻ പറയുന്നേ. ദാ ആ നിൽക്കുന്നതാണ് എൻ്റെ കുതിര. കുതിരയെ കാണാതായിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അന്വേഷിക്കും? നിങ്ങളൊന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്കും ആ കുതിരയെ കാണാം. കാണാതാവാത്ത ഒന്നിനെ അന്വേഷിക്കേണ്ട ആവശ്യമെന്താണ്? ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം കുടിലിലേക്ക് തിരിച്ചുപോയി. സത്യത്തിൽ സന്യാസിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം കൊടുത്തിരുന്നു. നോക്കൂ, നിങ്ങൾ ഒരു ബുദ്ധനാണ്. നമ്മളെല്ലാവരും ഒരു ബുദ്ധയാണ്. ബുദ്ധ എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയല്ല, മറിച്ച് അതൊരവസ്ഥയാണ്. ഏതൊരാൾ ആ അവസ്ഥയെ സ്പർശിക്കുന്നുവോ അയാളും ബുദ്ധയാണ്. പിന്നെ സംഭവിച്ചതെന്താണ്? സംഭവിച്ചത് ഇത്ര മാത്രമാണ്. നമ്മൾ ബുദ്ധയാണ്, നമ്മളൊരു ബുദ്ധനാണെന്ന കാര്യം നമ്മൾ മറന്നിരിക്കുന്നു. ഒരു ജന്മത്തിന് ശേഷം മറ്റൊരു ജന്മം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാവാം. അല്ലെങ്കിൽ പല ബന്ധങ്ങളുടെ വലയിൽ പെട്ടുപോയത് കൊണ്ടായിരിക്കാം. ആഗ്രഹങ്ങളുടെ കുരുക്കിൽ പെട്ടുപോയത് കൊണ്ടായിരിക്കാം. നമ്മളൊരു ബുദ്ധനാണെന്ന കാര്യം നമ്മൾ മറന്നു പോയിരിക്കുന്നു. വേണ്ടത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഒരല്പം തിരിച്ചറിവ്. ഒന്നുള്ളിലേക്ക് നോക്കേണ്ട താമസം നമുക്ക് ഈ സത്യം തിരിച്ചറിയാൻ സാധിക്കും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർ മുഖത്ത് കണ്ണാടി വെച്ചിട്ട് അതിന് എല്ലായിടത്തും തപ്പി നടക്കും. ഒടുവിൽ കണ്ണാടി കിട്ടാതെയാകുമ്പോൾ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് എന്ത് പ്രയോജനം? കണ്ണാടി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം കണ്ണാടി കാണാതായിട്ടേയില്ല, അത് മുഖത്തുണ്ട്. ഒന്ന് ഓർത്തെടുത്താൽ മതി, ഒരല്പം ബോധം വന്നാൽ മതി, ആ കണ്ണാടി അവർക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെയും കഥ. നമ്മൾ മറന്നു പോയിരിക്കുന്നു. ഒരല്പം ബോധം, ഒന്നുള്ളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ ആരാണെന്ന് നിങ്ങളപ്പോൾ തിരിച്ചറിയും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ.